ഞാൻ അങ്ങോട്ടില്ല, നീ പോ. ചേട്ടൻ ഇങ്ങനെയാണെന്ന് എനിക്ക് ബോറടിക്കും. നീ പോടി. എനിക്ക് കേട്ടാ പോടി. പാറുവേ കുഞ്ഞാ ഇങ്ങ് പോരെ, വലിയ ദേഷ്യക്കാരനാ. അവനെങ്ങനെ ദേഷ്യം വന്നിട്ടല്ലേ ചാടി വന്ന് അടിക്കും. ബാ. എന്ത് ചേച്ചി? എന്തേ ചേച്ചി എന്ത് കുഴപ്പം? എനിക്കെന്ത് കുഴപ്പം? ഇടക്കിടക്ക് അന്നേനെ കുത്തുന്ന കാര്യം എന്തുവാ? ഞാൻ മാനമേലേക്ക് ഇവിടെ ആർക്ക് ശല്യമില്ല കിടക്കൂലായിരുന്നോ? പറഞ്ഞു പറഞ്ഞു എന്നെ അച്ഛനെ തമ്മിൽ തെറ്റിച്ചപ്പോ ചേച്ചി സമാനമായല്ലേ? തെറ്റിച്ചെന്നാ? ആര് തെറ്റിച്ച്? നീ റോട്ടിൽ കിടന്ന് കണ്ടവരായിട്ട് അടിയൊക്കെ ഇട്ടാക്കിയിട്ട് വീട്ടിലൊന്നും അതുപോലെ കളിച്ചാ പിന്നെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കുവോ? ചേച്ചി ഉണ്ടല്ലേ ചേച്ചി, ഭാസ്യങ്ങളെക്കാളും കുത്തി കുത്തിയുള്ള വർത്താനമാണ്. എന്ത് പ്രശ്നങ്ങൾ തീരൂലേ? അച്ഛൻ്റെ അടുത്ത് മിണ്ടണ്ട. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് അച്ഛനെ തല്ലാൻ പിടിച്ചല്ലേ? പിന്നെ നീ നേരത്തെ ദേഷ്യപ്പെട്ട അത് അടക്കി നിർത്തണ്ടേ? അച്ഛനെ നിന്ന് കുറെ കിട്ടിയില്ലേ നേരത്തെ? ഞങ്ങൾ പിടിച്ചോണ്ടാണ്, അല്ലെങ്കിൽ കിട്ടിയാനോ കുറെ പിടിക്കട്ടായിരുന്നു. എനിക്ക് ഇനിയും കിട്ടണമായിരുന്നു. അച്ഛൻ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇവരെ നേരെയാക്കാൻ വേണ്ടിട്ട് അച്ഛൻ കുറെ വേർപ്പൊഴുക്കണ്ട വരും. ഹലോ, മിണ്ടാണ്ടിരിക്കട്ടാ. എന്ത്? അവനെന്റെ തന്നെ അനിയനാണ്. അവൻ നശിച്ചു കാണാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അയ്യോ, ഇത് അതുകൊണ്ട് പറയണമെന്നല്ല. എരുതിയിൽ എണ്ണൊഴിക്കാൻ നീ മിടിക്കുകയാണ്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളി കത്തിച്ചോളൂ. അമ്മ അത് ഞാൻ എന്ത് ബാസേണ്ണ? എന്താണ് ബാസേണ്ണ? എന്റെ പ്രശ്നം എന്താണ്? നീ 1 മണിക്കൂർ ആയില്ലല്ലേ ഇവിടുന്ന് ശബദം ചെയ്തിട്ട് പോയത്? ഇവിടെ പടി ഔട്ടില്ല. നീ എന്ത് കൊതിപ്പിക്കാനാണ് മനുഷ്യനെ? പിന്നെ കയറി വന്നാ? അങ്കിളിവിടെ വന്ന് പോയതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാവോ? ബാസേണ്ണ, എല്ലാവരും തമ്മി തരിച്ചിട്ടാണ് അടങ്ങോളോ? നീലു, ഭാസ്യങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? നീ മിണ്ടരുത്. നീ മിണ്ടരുത്. കാരണം നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. അതുകൊണ്ട് മിണ്ടാനേ പാടില്ല. മിണ്ടറില്ല. അങ്ങളെ മതി, നിർത്തിക്കോ. ചില്ലറയ്ക്കൊന്നുമല്ല അങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയേക്കണം. എടാ കഴിച്ചു, മിണ്ടാരിക്കട നീ. നീലു, അവൻ പറയാനുള്ള പറയട്ടെ. എന്തും കേൾക്കാൻ സന്നദ്ധനാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. നീ കൊണ്ടോണ്ടേ പോകും. നീ പറ, ഞാൻ നിന്റെ കുടുംബത്തിൽ എന്തൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്? എന്തുണ്ടാക്കിയില്ല? അച്ഛനെ കുടിപ്പിച്ചിട്ട് ഇവിടെ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി? കുടിപ്പിക്കാതെ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി? കഴിഞ്ഞ കഥകൾ പറയാൻ നിന്ന ഒരുപാടുണ്ട്. നിങ്ങളൊന്നും എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നീ സെന്റ് അടിക്കണ, നിന്റെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടാ. നീലു എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ വാലു. പറ ബാസേണ്ണ. പറയാൻ തുടങ്ങിയാൽ പണ്ടത്തെ കാര്യം പോലെ പറയേണ്ടി വരും. അതായത് ഞാൻ നിങ്ങൾക്ക് വീടെടുത്ത കാലം പോലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ പിന്നെ അതിലോട്ടൊന്നും കടക്കണില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ എനിക്ക് വാടക കൊടുക്കാൻ സഹായിച്ച തരത്തിൽ ഒരു 21,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്. എനിക്കും ചേട്ടനും തരാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വളരെ മുമ്പ് ഒരു 40,000 രൂപ പണ്ട് നീ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? വളരെ മുമ്പ് ബിഗിനിങ് ഇവിടെ തുടക്കം താമസിക്കാൻ വരുന്ന സമയത്ത് അതിലൊരു ചെറിയ പൊടി നീ എനിക്ക് തരാനുണ്ട്. അതുപോലെ നീ ബോർഡ് വയ്ക്കാൻ വേണ്ടി എൻ്റെ പുറകെ കിടന്ന സമയത്ത് അതിലും ഒരു ചെറിയ ചില്ലറയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്നെ കണക്കുകൾ നോക്കിയിട്ട് കറക്റ്റ് കണക്ക് എഴുതി തരും. വേറെ ഒന്നും കൊണ്ടല്ല. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങ് മുറിക്കുമ്പോൾ തീർത്ത് മുറിക്കണം. അവിടെ കടപ്പാടും പാടില്ല, കടവും പാടില്ല. നീ എന്നെ സിംഗപ്പൂർ കൊണ്ടാൻ വേണ്ടിയേ 40,000 ഓർമ്മയുണ്ട? കുറച്ച് കണക്കുകൾ ബാക്കിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, കണക്കുകൾ നമ്മൾ ഫോണിൽ കൂടി എഴുതി അയക്കാം അല്ലേ? നീ ഇനി പടി ഔട്ടോ, ഇറങ്ങിപ്പോ. സിംഗപ്പൂർ കണക്കെന്ന് പറയുമ്പോൾ സിംഗപ്പൂർ ആരോ കൊടുത്തല്ലോ ഒരാൾക്ക്. ആർക്ക് തന്നെ ഒരാൾക്ക് തന്നില്ലേ സിംഗപ്പൂരിലെ പൈസ? നീലുവിന് തന്നത്? ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി അതെല്ലാം കറക്റ്റായി എഴുതി വിട്ടില്ല കേട്ടാ. അങ്ങ് തീർത്തങ്ങ് അങ്ങ് വിട്ടയക്കാം. ഇതോടെ ബന്ധം. ഇനി ഇങ്ങനെ ഒരാളില്ല. ഇപ്പൊ വന്ന ബന്ധം പുതുക്കാൻ വന്നതാണ്. അതോടെ തീർത്തിട്ട് പോകാൻ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. തീർന്നല്ല ഇനി വരില്ലല്ലേ? വേണ്ട, മുട്ടായി അങ്ങളെ റോഡിൽ നിന്ന് വിളിച്ചാ നിനക്ക് തരം അതാണ്. അത് അവസാനം ആരെ കിട്ടില്ലെങ്കിൽ അതിന്റെ കൂടെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തൂങ്ങല്ലേ, മുട്ട് പോയിരിക്കാണ്. മുട്ടെന്താ പറ്റിയ? ആ പാറ ഒന്ന് ഇടിച്ച് കയറി അറിഞ്ഞില്ലേ? എന്ത് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കണം. എന്തെങ്കിലും കാര്യം സാധിക്കണ്ട. അച്ഛാ, നമുക്കേ എന്റെ കോഴ്സിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടേ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിന് കോഴ്സിന്റെ കാര്യം അന്വേഷിക്കാൻ കോഴിക്കോട് പോകണം? മൊബൈൽ അടിച്ചു നോക്കിയാൽ പോലെ? അല്ലെ, നമുക്ക് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ. 2 ദിവസത്തെ പരിപാടി. നമുക്ക് കോഴിക്കോടൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞ അന്നേരം എനിക്ക് ഇവിടെ അവധി എടുക്കാൻ പറ്റും. ആരാച്ചാ? അയ്യോ ബാസി. എടുക്ക്. ശരിയാവൂല. എടുക്കച്ചാ. ഇതാണ് കുഴപ്പം. ഇവനെ വോട്ട് ചൂട്ടാലും പിന്നെ അടുത്തടുത്ത് വരും. അതിപ്പോ കട്ടോ, എടുക്ക്. അകറ്റാനും കൊള്ളൂല, അടുപ്പിക്കാനും കൊള്ളൂല. ഹലോ, എന്താ നീ ഇവിടെ ഇറങ്ങി പോയല്ലേ? നിന്റെ കണക്കുകളൊക്കെ സെറ്റിൽ ഞാൻ മൊബൈൽ അങ്ങ് അയക്കാം.
വിശപ്പില്ലെന്നാ? ആഹാരം ഇറങ്ങുന്നില്ലേ? അയ്യോ, ഇരുന്നിട്ട് ഇരിപ്പുറകില്ലെന്ന്. ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ലെന്ന്. ആ, നീ ഒരു കാര്യം ചെയ്യടാ, ആ കടലപ്പടി തൂങ്ങിയില്ലേ? ഞാൻ തൂങ്ങണല്ലടാ. ഞാൻ തൂങ്ങണല്ലേ? പോണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നാ? നീലുവായി, നീലു. അങ്ങളെ ഒന്നുമില്ല, ഒന്നും പറയണം. എന്തേ ഇനി മേലെ വരൂലെന്നും പറഞ്ഞിട്ട് പോയാള് വന്നേക്കണ്. എവിടെ ദേ. ശ്ശോ, അണ്ണൻ എന്തെണ്ണ കണക്കൊക്കെ എഴുതി അറിയിക്കാന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടത്, പിന്നെ എന്ത് വീണ്ടും? അതോടെ തീരോ നീലു നമ്മളെ ബന്ധം? അയ്യോ, അങ്ങനെയില്ല, ബന്ധം പോയെങ്കിൽ മതിയായിരുന്നു, ആശ്വാസം കിട്ടിയത്. അത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ എൻ്റെ നെഞ്ചിൽ എന്തരോ പോലെ ഒരാളല്ലേ. അത് സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അളിയൻ അതിൻ്റെ വില അറിഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഭാര്യയും മക്കളും അമ്മയും എല്ലാവരും ഉപേക്ഷിച്ചാലും 2 അടിച്ചുകൊണ്ട് എല്ലാം മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളടുത്ത് മാത്രമേ ഉള്ളൂ അളിയാ. 2 അടിച്ചുണ്ടാ? 2 അടിച്ചില്ലെങ്കിലും എല്ലാം പറയണ സുഹൃത്തുക്കളടുത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ സുഹൃത്തുക്കളുടെ വിഷമം മൊത്തം നമ്മുടെ കയ്യിലായി കഴിഞ്ഞതിന് ശേഷം ചെന്ന് നാട്ടുകാരോട് പറഞ്ഞും കൂടും. എടാ ക്യാഷു, നിനക്ക് എൻ്റെ അടുത്തല്ല വെറുപ്പുണ്ടാ? എടാ ഉണ്ടാ, നിനക്ക് വല്ല വെറുപ്പുണ്ടോ? ഉണ്ടേ പറ. അങ്ങനെ പറയലേ അളിയാ, ക്യാഷിന് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും എടുത്ത് ഉറപ്പിയാണ്. അങ്ങനെയൊന്നുമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയാണ്. അണ്ണാ വല്ലതും കഴിച്ചായിരുന്നോ? കണ്ട, ഞാൻ വീട്ടിൽ ചെന്നാണ് ചിലപ്പോൾ വിഷമിച്ചിരുന്നാണ് ഒന്നും കഴിച്ചാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചോദിക്കണം. അതാണ് ഉള്ളി കിടക്കണ സ്നേഹം. ഞാൻ ഒരു കാര്യം പറയാം. നീ ക്യാഷുവിൻ്റെ അടുത്ത് ആവശ്യമില്ല സംസാരിക്കാൻ പോകരുത്. അവൻ നിന്നെ മണ്ട അടിച്ച് കീറും. വേറെ ഒന്നുമല്ല, അവന് നിന്നെ ഇഷ്ടമില്ല. ആണോടാ ക്യാഷു? എടാ പണ്ടേ ഇവിടെ മക്കൾ ഒരുപാടല്ലേ, അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ആരുമില്ല നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേടാ, നിൻ്റെ മക്കളിൽ നിന്ന് ഒരു കൊച്ചിനെ എനിക്ക് തരുമെന്ന് വളർത്താൻ. അവൾ എന്നെ ചോദിച്ചു, സത്യം തന്നെ. പക്ഷേ ഞാൻ വേഷം തെറിയും കൊടുത്തു. അത്രയും വിളിച്ചു, നീ മിണ്ടായിട്ടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം എൻ്റെ മനസ്സിൽ ഒരാളോട് ആരെന്നറിയാം? ഇവൻ ക്യാഷു. അന്നേ മനസ്സ് പറഞ്ഞ് ഞാൻ ചോദിക്കാൻ പോയാണ് ക്യാഷു എന്ന്. പക്ഷേ അവനാണ് ഇന്ന് റോഡ് വെച്ച് കണ്ടപ്പോഴത്തേക്കും അന്നാടെ റോഡിൽ വെച്ച് പിടിച്ചു തള്ളിയത്. നിങ്ങളെ പോട്ട്, ഇപ്പം സംഭവിച്ചൊക്കെ സംഭവിച്ചു, പോട്ടെന്ന് അബദ്ധം പറ്റി തള്ളിപ്പോയത് ക്ഷമി. ഇനി ഇവിടെ കിടന്ന് കയറല്ലേ, അവൻ പറഞ്ഞില്ലേ പോട്ടെന്ന്, നീ പോ. എൻ്റെ അളിയാ ഡേയ്, പുഷ്പലത ഇപ്പോൾ വിളിച്ചിരുന്നു കേട്ടാ, അവൾ ഉടനെ വരണമെന്ന്. ഇനിയിപ്പോൾ വന്നോടനെ കണക്ക് നോട്ടമായിരിക്കും. ഡേ, പൈസ വല്ലതും കുറവുണ്ടെങ്കിൽ രക്ഷിച്ചോണേ അളിയാ, പിടിച്ചു നിർത്തണേ. അതിനാണോ നീ ഇപ്പോൾ രണ്ടാമത് ഇവിടെ വന്നത്?